ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബീറ്റ്റൂട്ട് കൊണ്ടുള്ള അച്ചാറാണ്. ചെറിയ കഷ്ണങ്ങളാക്കി ബീറ്റ്റൂട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ: പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് ഒരു 7 എണ്ണം, ഇഞ്ചി ചെറുതാക്കി മുറിച്ചത്, വെളുത്തുള്ളി, കറിവേപ്പില, പൊടികൾ: മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, കായം, കടുക്, ഉപ്പ്, എണ്ണ ആവശ്യത്തിന്, വിനാഗിരി. ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ആദ്യം കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിയ ശേഷം ആദ്യം പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് വാടി വന്നിട്ടുണ്ട്. ഇഞ്ചി ഇട്ട് കൊടുക്കാം. അതിനുശേഷം വെളുത്തുള്ളി കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. ഇഞ്ചി കുറച്ചാണ് എടുത്തിരിക്കുന്നത്. പച്ചമുളക്, ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നല്ലപോലെ വാടിയതിന് ശേഷം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ബീറ്റ്റൂട്ട്, അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ട്, നല്ലപോലെ കൂട്ടി യോജിപ്പിക്കുക. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. വിനാഗിരി ഒഴിക്കുന്നുണ്ട്, അതനുസരിച്ച് ഉപ്പിടണം. പോരാത്ത അത് കഴിഞ്ഞാൽ ഇട്ടാലും മതി. ഇപ്പം ബീറ്റ്റൂട്ടിനും ഒക്കെ ഉള്ള ഉപ്പാണ് ഇട്ടിരിക്കുന്നത്. കൂടുതൽ നേരം വേവിക്കണ്ട. നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഫ്ലെയിം കൂട്ടിയിട്ടതിന് ശേഷം നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. വിനാഗിരി ഒഴിക്കുന്നതിന് മുന്നേ കുറച്ച് കറിവേപ്പില ഇടാം. ഉലുവ പൊടിച്ചത്, കായം, കായത്തിൻ്റെ ഉലുവാടെയൊക്കെ ആ ഒരു നല്ല ഒരു മണം വന്നതിന് ശേഷം നല്ലപോലെ വഴന്നെന്ന് നമുക്ക് മനസ്സിലാവും. അതിന് ശേഷം വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഓരോരുത്തരുടെ പുളി അനുസരിച്ച് വിനാഗിരി ഒഴിക്കാം. എന്നാലും ആ ബീറ്റ്റൂട്ടിൻ്റെ അളവനുസരിച്ച് വേണം വിനാഗിരി ഒഴിക്കാനായിട്ട്. ഇവിടെ ഞാനൊരു 1/2 കപ്പ് വിനാഗിരിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നല്ലപോലെ ഫ്ലെയിം കൂട്ടിയിട്ട് നല്ലപോലെ തിളയ്ക്കണം. തിളച്ച് കഴിഞ്ഞ് കൂടുതൽ നേരം അങ്ങ് വേവിക്കണ്ട. ഒന്ന് ആ കടിക്കുന്ന ഒരു പരുവത്തിന് വേണം നമുക്ക് എടുക്കാനായിട്ട്. നല്ലപോലെ തിള വന്നിട്ടുണ്ട്. ഈ നേരത്ത് പോരാത്ത ഉപ്പോ കായോ ഉലുവാപ്പൊടിയോ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. പക്ഷെ കൂടുതൽ നേരം ഇട്ട് തിളപ്പിക്കണ്ട. ഒന്ന് ഇപ്പം എടുക്കുമ്പം നമ്മൾക്ക് ബീറ്റ്റൂട്ട് ഒന്ന് കടിക്കത്തക്ക രീതിയിൽ എടുക്കുകയാണെങ്കിൽ നമ്മൾ ആ കുപ്പിയിൽ കുറേ നാളത്തേക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കും. വെന്ത് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ആ ടേസ്റ്റ് അങ്ങ് പോകും. നമുക്ക് നമ്മുടെ ബീറ്റ്റൂട്ട് അച്ചാർ റെഡിയായിട്ടുണ്ട്.